വിഷ്ണു മഞ്ജുവിനെ പ്രധാന കഥാപാത്രമാക്കി മുകേഷ് കുമാർ സിംഗ് സംവിധാനം ചെയ്യുന്ന കണ്ണപ്പ സിനിമയുടെ ടീസർ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായി തന്നെ പുറത്തുവിട്ട് കഴിഞ്ഞു. മോഹൻലാൽ, പ്രഭാസ്, അക്ഷയ് കുമാർ, ശരത് കുമാർ, കാജൽ അഗർവാൾ, മോഹൻ ബാബു, പ്രീതി മുകുന്ദൻ തുടങ്ങിയ താരങ്ങളെല്ലാം ഗ്ലിംസ് അടക്കമുള്ള കിടിലൻ ടീസറാണ് പുറത്തെത്തിയിരിക്കുന്നത്. സിനിമയിലെത്തുന്ന എല്ലാ താരങ്ങളുടെയും വിഷ്വലുകൾ പങ്കുവെച്ചുകൊണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു കഴിഞ്ഞു എന്നതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നതും. ഗംഭീര ആക്ഷൻ രംഗങ്ങളോടെയാണ് ടീസർ എത്തിയിരിക്കുന്നത്. 100 കോടി ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രം യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയാണ് ഒരുങ്ങുന്നത്. കണ്ണപ്പ എന്ന ശിവഭക്തന്റെ കഥ പറഞ്ഞ ചിത്രം 1976 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രം ഭക്ത കണ്ണപ്പയുടെ ട്രിബ്യൂട്ട് എന്ന നിലയിലാണ് ഒരുങ്ങുന്നത്. ഹോളിവുഡ് ഛായാഗ്രഹൻ ഷെൽഡൻ ചാവു ആണ് കണ്ണപ്പയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിക്കുന്നത്. കൊച്ചയാണ് ആക്ഷൻ കൊറിയോഗ്രാഫർ. ഗംഭീര ആക്ഷൻ ചിത്രത്തിലുണ്ടെന്ന് വ്യക്തമാക്കുന്ന ടീസർ തന്നെയാണ് പുറത്തിറങ്ങിയതും. ഒപ്പം മലയാളികൾക്ക് വിരുന്നായത് മോഹൻലാലിനെ കാണിച്ച രീതിയാണ്. വളരെ മിനിമലായി മാത്രമേ ഈ ചിത്രത്തിൽ ക്യാമിയോ റോളിൽ എത്തുന്നവരുടെ വേഷങ്ങൾ കാണിച്ചിട്ടുള്ളൂ. മോഹൻലാലിന് ക്യാമിയോ റോൾ ആണെങ്കിലും ഒരു ഗംഭീര വേഷമാണെന്ന് ഈ ചിത്രത്തിന്റെ ടീസറിൽ തന്നെ വ്യക്തമാകുന്നുണ്ട്. ഗംഭീരമായി തന്നെ കോടികൾ മുടക്കി ചിത്രീകരിച്ച സിനിമയാണെന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിലും ചിത്രത്തിൽ ചില പോരായ്മകളുണ്ട് എന്ന് ടീസർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. തെലുങ്ക് സിനിമക്കാർ ഒരുക്കുന്നതാണെങ്കിലും ചിത്രത്തിന് ഒരു രാജമൗലി മേക്കിംഗ് ശൈലി ഇല്ല എന്നതാണ് ഈ എപ്പിക് സിനിമയുമായി കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. രാജമൗലി ഒരുക്കുമ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു ട്രീറ്റ്മെന്റ് വ്യക്തമാകുന്നുണ്ട്. അതൊന്നും ഇതിൽ കണ്ടില്ല. കൂടാതെ പല സീനുകളിലും കളർ ഗ്രേഡിങ്ങിന്റെ ഒരു പ്രശ്നം വ്യക്തമായി കാണുന്നുണ്ട്. ന്യൂസിലൻഡിലുമൊക്കെയാണ് ചിത്രത്തിന്റെ ഗംഭീര ഷൂട്ടുകൾ ഒരുക്കിയിരിക്കുന്നത്. അവിടെയൊക്കെ കളർ ഗ്രേഡിങ്ങിന്റെ വലിയൊരു പ്രശ്നം വ്യക്തമായി കാണാൻ കഴിയും. പിന്നെ സ്പെഷ്യൽ ഇഫക്ട്സുകളിൽ വരുന്ന സീനുകൾ ഏകദേശം കൊള്ളാമെന്ന് പറയാമെങ്കിലും ഓക്കേഷ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ താരങ്ങളുടെ ഒരു ലുക്കും ആയുധങ്ങളുടെ രീതിയും ഒക്കെ കാണുമ്പോൾ വല്ലാത്ത ഒരു നെഗറ്റീവ് ഫീൽ വരുന്നുണ്ട്. ഇനിയെല്ലാം സിനിമ കാണുമ്പോൾ വ്യക്തമാകും. അക്ഷയ് കുമാർ ഭഗവാൻ ശിവന്റെ വേഷത്തിലും പ്രഭാസ് അവതരിപ്പിക്കുന്ന വേഷം വളരെ സസ്പെൻസ് ആയിട്ടും മോഹൻലാലിനെയും വളരെ സസ്പെൻസ് ആയിട്ടും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ശരത് കുമാറിനെ ഇച്ചിരി കൂടുതൽ വ്യക്തമായി തന്നെ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ജയിലർ എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം മോഹൻലാലിന്റെ ക്യാമിയോ റോൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതേപോലെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവരും ശ്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ കരുതാം. അത് എത്രമാത്രം ഇമ്പാക്ട് നമ്മുടെ ഇടയിൽ ഉണ്ടാക്കും എന്നതാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ആരാധകർക്കൊക്കെ നല്ലതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് മോഹൻലാലിന്റെ ഈ സിനിമയിലെ വരവ്. അതുപോലൊരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കണ്ണപ്പ എന്ന ചിത്രത്തിന് മോളിവുഡ് ബോക്സ് ഓഫീസിൽ നിന്നും വലിയൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ മലയാളികൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതാണ് ഈ ചിത്രത്തെ. പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുണ്ട്. നമുക്കും തോന്നിയ പോരായ്മകൾ ഇതൊക്കെയാണ്. ചിത്രത്തിന്റെ ടീസറിൽ അത് വളരെ വ്യക്തമായി കാണുന്നുമുണ്ട്. മോഹൻലാൽ എന്നൊരു ഫാക്ടർ ഉപയോഗിച്ച് തന്നെ മോളിവുഡിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നതാണ് ഇനി കാണേണ്ടത്. മോഹൻ ബാബുവിന്റെ ഉടമസ്ഥതയിലെ 24 ഫ്രെയിംസ് ഫാക്ടറി, AVA എന്റർടൈൻമെന്റ്സ് എന്നീ ബാനറുകളിലാണ് നിർമ്മാണം. ആന്ധ്ര, ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് മറ്റു ലൊക്കേഷനുകൾ. ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ മുകേഷ് കുമാർ സിംഗിന്റെ തെലുങ്ക് അരങ്ങേറ്റ ചിത്രമാണ് കണ്ണപ്പ. മുകേഷ് കുമാർ സിംഗ്, വിഷ്ണു മഞ്ജു, മോഹൻ ബാബു എന്നിവർ ചേർന്നാണ് സംഭാഷണം. മണി ശർമ്മയും മലയാളത്തിന്റെ സ്റ്റീഫൻ ദേവസിയുമാണ് സംഗീത സംവിധാനം. എല്ലാ താരങ്ങളും ഒരുമിച്ചെത്തുന്ന ചിത്രത്തിൽ ആരാധകർക്ക് ഒരു വലിയ വിരുന്നാണ് ഒരുങ്ങുന്നത് എന്ന് നിസ്സംശയം പറയാം.